ഉക്രൈൻ ഗവൺമെൻറ് ഈ അടുത്ത സമയത്ത് ഒരു തീരുമാനമെടുത്തു. റഷ്യയിൽ നിന്നുള്ള ഗ്യാസ് പൈപ്പ് ലൈൻ, ഗ്യാസ്പ്രോ കമ്പനിയുടെ ഗ്യാസ് പൈപ്പ് ലൈൻ, ഇത് ഏറ്റവും കൂടുതൽ പോകുന്നത് സ്ലോവാക്യ, മാൾഡോവ, ഇറ്റലി, ചെക്കോസ്ലോവാക്യ തുടങ്ങിയ രാജ്യങ്ങളിൽ. അപ്പോൾ അതിനകത്ത് ജർമ്മനിയുണ്ട്, ഹംഗറിയുണ്ട്, ഏകദേശം 10ഓളം യൂറോപ്യൻ രാജ്യങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട രാജ്യം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന സ്ലോവാക്യയും മാൾഡോവയും ഈ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അത് പ്രയോജനപ്പെടുത്തുക. അതിൻ്റെ അകത്ത് ഈ സ്ലോവാക്യയും മാൾഡോവയും എന്ന് പറയുന്ന രാജ്യങ്ങൾ 100% അവരുടെ എനർജി എന്ന് പറയുന്നത് ഈ പൈപ്പ് ലൈനിൽ കൂടിയാണ്. പ്രശ്നമെന്ന് പറയുന്നത് ഉക്രൈൻ അതിന് ഫർദറായിട്ട് അത് കൊണ്ടുപോകാൻ സമ്മതിക്കുന്നില്ല. അവരതിൻ്റെ പെർമിഷൻ എടുത്ത് കളഞ്ഞു. അതായത് ഇത് റഷ്യയാണ് ഈ പൈപ്പ് ലൈൻ ഇട്ടിരുന്നത്. എന്താണ് ഉക്രൈന് ഇത്ര പെട്ടെന്ന് ഇത് റിയാക്ട് ചെയ്യാനുണ്ടായ കാരണം മനസ്സിലാക്കുക. സ്ലോവാക്യയിൽ കഴിഞ്ഞിടയ്ക്കാണ് പുതിയ സർക്കാർ വരുന്നത്. അതായത് റോബർട്ട് ഫിക്കോ എന്ന് പറയുന്ന ഗവൺമെൻറ്റാണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത്. അതിനു മുമ്പുള്ള ഗവൺമെൻറ് റഷ്യ ഉക്രൈൻ വാർ നടന്ന സമയത്ത് ഈ സ്ലോവാക്യ ഉക്രൈന് ശരിക്കും ബുള്ളറ്റ്സും ആയുധങ്ങളും വെപ്പൺസും കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷെ പുതിയ ഗവൺമെൻറ് വന്ന ശേഷം ഇത് പൂർണ്ണമായിട്ടും മരവിപ്പിക്കുക മാത്രമല്ല, ഈ റോബർട്ട് ഫിക്കോ ഒരു ആഹ്വാനം ചെയ്തു, ഒരു ബുള്ളറ്റ് പോലും ഉക്രൈനിൽ കൊടുക്കില്ല. ഇതാണ് പ്രത്യേകിച്ച് ഉക്രൈൻ എന്ന് പറഞ്ഞ രാജ്യത്തെ പ്രകോപിപ്പിക്കുകയും അതേപോലെ തന്നെ പൈപ്പ് ലൈൻ കട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ പ്രത്യാഘാതം പിന്നെ ഉണ്ടായി. അപ്പോൾ ഈ അയാൾ അധികാരത്തിൽ കയറിയ ശേഷം ആദ്യം പോയി വ്ളാദിമിർ പുടിനെ കണ്ട ആശീർവാദവും അനുഗ്രഹവും. കാരണം അവരാണല്ലോ ഗ്യാസ് കൊടുക്കുന്നത്. പക്ഷെ പൈപ്പ് ലൈൻ പോകുന്നത് ഉക്രൈനിൽ കൂടെ. ആകെപ്പെട്ടുപോയി. മനസ്സിലാക്കുക, അവിടെ ഇപ്പോൾ ശൈത്യകാലം തുടങ്ങിക്കഴിഞ്ഞു. എനർജിയുടെ ആവശ്യം വളരെ കൂടുതലാണ്. അതേപോലെ അവിടുത്തെ ഇലക്ട്രിസിറ്റി മറ്റും പൂർണ്ണമായിട്ടും ഈ പറയുന്ന ഈ ഗ്യാസ് പൈപ്പ് ലൈനിൽ നിന്ന് വരുന്ന എനർജി, അതായത് ഗ്യാസ് കൊണ്ടാണ് അവിടെ നടക്കുന്നത്. മാൾഡോവയുടെ കാര്യം അതിനേക്കാളും കഷ്ടം. അപ്പം അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്, കാരണം ഈ മാൾഡോവയിൽ ശരിക്കും മലയാളികളുണ്ട്, ഇന്ത്യക്കാരുണ്ട്, ചെറിയ രാജ്യമാണെങ്കിൽ തന്നെ. അവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത് അവിടുത്തെ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് മുഴുവൻ അങ്ങ് നിന്നു. കാരണം ഇലക്ട്രിസിറ്റി മുഴുവൻ പവർ കട്ടാക്കി മാറ്റി. കാരണം ഷോർട്ടേജാണ്. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്ന് അറിയില്ല. അപ്പം മറ്റുള്ള ഓൾട്ടർനേറ്റീവ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സ്ലോവാക്യയെ സംബന്ധിച്ച് ഈ ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് ഇപ്പം മേടിക്കുന്ന ഗ്യാസിൻ്റെ 4 ഇരട്ടി കൊടുത്ത് മേടിക്കേണ്ടി വരും. ഇതിനകത്ത് ജർമ്മനിക്കും ഹംഗറിക്കും മറ്റുള്ള ഇറ്റലിക്കൊക്കെ പോകുന്നുണ്ട്. അവർക്കതിന് ഓൾട്ടർനേറ്റീവ് സോഴ്സിൽ അത് എടുക്കാൻ പറ്റും പല രീതിയിൽ, പല രാജ്യങ്ങളിൽ നിന്ന്. പക്ഷേ ഈ സ്ലോവാക്യയും മാൾഡോവയും പറയുന്നത് അവർ പെട്ടു. മാൾഡോവയ്ക്ക് ചാൻസ് ഉണ്ട്. പക്ഷേ സ്ലോവാക്യ എന്ന് പറഞ്ഞ രാജ്യം കംപ്ലീറ്റ് ആയിട്ടൊക്കെ പെട്ടുപോയി. അതായത് അവിടെ ആ രാജ്യത്തിൻ്റെ എല്ലാ രീതിയിലുമുള്ള സംഭവത്തെ പിടിച്ചു കുലുക്കിയേക്കുകയാണ്. അപ്പോൾ സ്ലോവാക്യ തിരിച്ചു പറയുന്നത് അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രിസിറ്റി ഇത്ര പെർസെൻറ്റേജ് അവർ ഉക്രൈന് കൊടുക്കുന്നുണ്ട് റഷ്യൻ ഗ്യാസ് കൊണ്ട്. അതവർ കട്ട് ചെയ്യുന്നു. അത് ഉക്രൈൻ കാര്യമായിട്ട് എടുക്കുന്നില്ല. കാരണം ഉക്രൈൻ ഇലക്ട്രിസിറ്റിയുടെ ആവശ്യം ഉണ്ടോ എന്നുണ്ടെങ്കിൽ തന്നെ അവരെ സഹായിക്കാൻ പോളണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇതിൽ പെട്ടുപോയത് ഈ 2 രാജ്യങ്ങളും. റഷ്യക്ക് ഇതിൽ ഭയങ്കര നഷ്ടമാണ് ഉണ്ടാകുന്നത്. ഓരോ മാസവും കിട്ടിക്കൊണ്ടിരുന്ന ബില്യൺസ് ഓഫ് ഡോളേഴ്സ്. റഷ്യയുടെ ഈ ഗ്യാസ് വിറ്റ് കിട്ടുന്ന പണമില്ല. കാരണം ഈ പൈപ്പ് ലൈൻ ഇത്രയും രാജ്യങ്ങളിലോട്ടാണ് ഇത് പോയിക്കൊണ്ടിരുന്നത്. ഇനി അത് ട്രാൻസ്പോർട്ടേഷൻ നടത്തിയത് എടുക്കണം എന്നുണ്ടെങ്കിൽ സമയം എടുക്കുകയും ചെയ്യും. സമയം എടുക്കുക മാത്രമല്ല, ആ കൊടുക്കുന്ന ഗ്യാസിൻ്റെ അതിൻ്റെ ചാർജ് ഭയങ്കരമായിട്ട് 2 ഇരട്ടിയായിട്ട് ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിങ് കൂടും. അതായത് ഇപ്പം ഉക്രൈൻ റഷ്യ വാറിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായേക്കുന്നത് ഈ ഗ്യാസ് പൈപ്പ് ലൈനിൻ്റെ അതിൻ്റെ പെർമിഷൻ ഉക്രൈൻ കട്ട് ചെയ്തതാണ്. ഉക്രൈൻ പലതും മുൻകൂട്ടി കണ്ടാണ് കട്ട് ചെയ്തത്. കാരണം ട്രംപ് വരികയാണ്. അപ്പം അതിനു മുമ്പ് റഷ്യക്ക് ഒരു അടി കൊടുക്കുക. കാരണം അവരുടെ എക്കോണമി ഒന്ന് താപ്പോട്ടാക്കുക. അതേപോലെ തന്നെ റഷ്യയെ സപ്പോർട്ട് ചെയ്യുന്ന 2 രാജ്യങ്ങളുണ്ട്, സ്ലോവാക്യ, മാൾഡോവ എന്നൊക്കെ പറഞ്ഞ രാജ്യങ്ങൾ, അവർക്കും അടി കൊടുക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് റീഇൻസ്റ്റേറ്റ് ചെയ്യണമെന്ന് ലോകരാജ്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെ ഇത് അമേരിക്കയുടെ നാറ്റോയുടെയും പിന്തുണയോടുകൂടിയാണ് ഉക്രൈൻ ഇത് ചെയ്തിരിക്കുന്നത്. കാരണം ഡയറക്റ്റ് അടി കൊടുക്കാൻ വേണ്ടി. അറിയില്ല ഇത് എങ്ങനെയായിരിക്കും സെറ്റിൽ ചെയ്യാൻ പോകുന്നത്. കാരണം സ്ലോവാക്യ എന്ന് പറഞ്ഞ രാജ്യം പെട്ടുപോയിരിക്കുകയാണ്. കാരണം അവിടെ
സമ്പൂർണ്ണമായിട്ടും ഈ പവർ, അതായത് എനർജി, അതായത് ലൈറ്റ്, ഇലക്ട്രിസിറ്റി പോലും കത്തിക്കാൻ ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയിലായി. കാരണം സംഭവമില്ല, ഗ്യാസ് ഇല്ല. അതേപോലെ അവിടെ വാഹനങ്ങൾ പൂർണ്ണമായിട്ടും ഓടാൻ പറ്റാത്ത സ്ഥിതിയിലാകും. അതായത് രാജ്യം തന്നെ തകരുന്ന രീതിയിലോട്ട് പോകും. ഈ ഒരു സന്ദർഭത്തിൽ ചിലപ്പോൾ ഇപ്പോഴത്തെ പ്രസിഡന്റ് റോബർട്ട് ഫീക്കോ ഈ പറയുന്ന പോലെ ഉക്രൈനുമായിട്ട് ബന്ധം തിരിച്ച് സ്ഥാപിച്ചാൽ മാത്രമേ ഉക്രൈൻ ഇത് സമ്മതിക്കുകയുള്ള പൈപ്പ് ലൈൻ അവിടെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി, കാരണം പെർമിഷൻ കൊടുക്കുകയുള്ളൂ. അതും റഷ്യക്ക് ഈ റഷ്യയോടുള്ള അവരുടെ സമീപനം മാറ്റണം. ഇതൊക്കെയാണ് ഉക്രൈൻ്റെ ആവശ്യം. കാരണം വെപ്പൺസ് കൊടുക്കണം, സമീപനം മാറ്റണം. അതേപോലെ തന്നെ സ്ലൊവാക്യയിൽ ശരിക്കും ഉക്രൈനിലായിട്ടുള്ള അവർ ഈ റെഫ്യൂജി ആയിട്ട് പോയിട്ടുണ്ട് ഈ വാറിനെ തുടർന്ന്. അവരോടുള്ള ട്രീറ്റ്മെൻറ്റും ഈ സ്ലൊവാക്യയുടെ മോശമായിരുന്നുള്ള പത്രവാർത്തകളൊക്കെ വന്നതിൻ്റെ പേരിലാണ് ഉക്രൈൻ ഇത് ചെയ്തിരിക്കുന്നത്. ഏതായാലും കണ്ടു നോക്കാം ഏത് രീതിയിലായിരിക്കും ഈ പൈപ്പ് ലൈനുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയം എത്രമാത്രം എസ്കലേറ്റ് ചെയ്യാൻ ഈ വാറിൻ്റെ സൈഡ് ബൈ ബാക്ക് ടു ബാക്ക് ഉള്ള സാധ്യതയാണ്. ഇതിനെ നമുക്ക് കണ്ടു നോക്കാം എത്രമാത്രം ഇത് മുന്നോട്ട് പോകും.